ഈ യുദ്ധത്തിന് തിരിച്ചടി ഉണ്ടാകും. അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ട് അടി ഉണ്ടാകും. ഇപ്പോൾ നോക്കുക, ഇന്ന് പുറത്തുനിന്നൊരു വാർത്ത, ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശാസ്ത്ര ഗവേഷണ സ്ഥാപനമാണ് വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറാൻ മിസൈൽ ആക്രമണത്തിൽ 90% തകർന്ന് തരിപ്പണമായി പോയി. അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റികളെയും അവരുടെ ആണവശാസ്ത്രജ്ഞന്മാരെയും വധിച്ചതിന് ഇവർ നൽകിയ തിരിച്ചടി, അതായത് യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള അവരുടെ ഫണ്ടിങ് കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ഈ വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതായത് ക്യാൻസർ ഗവേഷണം, ക്യാൻസർ മരുന്നുകളുടെ ഗവേഷണം, അതുപോലെ ലൈഫ് സയൻസ്. അതായത് ഇസ്രായേലിൻ്റെ ജൂവൽ എന്നാണ് അറിയപ്പെടുന്നത്, ജൂവൽ ഓഫ് സയൻസ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് പൂർണ്ണമായും തകർന്നു പോയിട്ടുള്ളത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞന്മാർ 2 വർഷം മുമ്പ് 2023 ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. ഒരു കാരണവശാലും ശാസ്ത്രജ്ഞന്മാർ ഗസ ഇൻവേഷനെ പിന്തുണയ്ക്കരുത്, ഗസയ്ക്ക് മേലുള്ള ഇസ്രായേലിൻ്റെ ആക്രമണത്തെ പിന്തുണയ്ക്കരുത്, കാരണം അത് ഇസ്രായേലിലെ ശാസ്ത്ര ഗവേഷണങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. ഇസ്രായേലിലെ ഏറ്റവും വലിയ ശാസ്ത്ര ഗവേഷണ സ്ഥാപനം തകർന്ന് തരിപ്പണമായി പോയിരിക്കുന്നു. അപ്പോൾ ഇത് ചെറിയ ഇമ്പാക്റ്റുള്ള ഇപ്പോൾ നമ്മൾ ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത, ഇസ്രായേൽ മരണസംഖ്യ കുറവായിരിക്കും. ഇറാൻ്റെ 10 മരണങ്ങളെ ഇസ്രായേൽ നടന്നിട്ടുള്ളൂ. പക്ഷേ ഇസ്രായേലിൽ ഉണ്ടായിട്ടുള്ള എന്താണ് പറയുക, ഡാമേജുകൾ, ആ ഡാമേജുകളുടെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ഈ വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മിസൈൽ വീണത് യുദ്ധം തുടങ്ങുന്ന സമയത്താണ്. ആ തുടക്കത്തിലുള്ള മിസൈൽ ആക്രമണത്തിലാണ് തകർന്നത്. ഇന്നലെയാണ് ആ വാർത്ത പുറത്തു വരുന്നത്. അപ്പോൾ ഇനിയും അവിടെ ഉണ്ടായിട്ടുള്ള ഭീകരമായ ആക്രമണങ്ങളുടെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരാതിരിക്കുന്നതേ ഉള്ളൂ.